നാം ഇന്ന് കടലിന് മുകളിൽ പണിത വീടുകളും അതിൽ കടലിനൊപ്പം ജീവിക്കുന്ന ചില മനുഷ്യരും കാണാനായിട്ടാണ് ഇന്ന് പോകുന്നത്. കടലിൻ്റെ നാടോടികൾ, കടൽ ജിപ്സികൾ, കടലിന് മുകളിലെ വീടുകളിൽ താമസിക്കുന്ന അവർ പരമ്പരാഗത മനുഷ്യബന്ധന രീതികൾ അവലംബിക്കുന്നു. കടൽപ്പായൽ കൃഷി നടത്തുന്നു. സമുദ്ര വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നു. ശ്വാസം പിടിച്ച് വളരെ നേരം കടലിനടിയിൽ മുങ്ങിക്കിടക്കാനുള്ള അസാധാരണ കഴിവുണ്ട്. അവർ കടലിനെ വീടും ഉപജീവനവും സംസ്കാരവുമായി കാണുന്നു. അതുല്യമായ ജീവിത ശൈലിയുടെ മനോഹരമായ ഉദാഹരണമാണ് സമുദ്രമാണ് അവരുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം. അവർ ലോകത്തിലെ മികച്ച സ്വതന്ത്ര മുങ്ങൽ വിദഗ്ധരായി അറിയപ്പെടുന്നു. ഉപകരണങ്ങളില്ലാത്ത ആഴക്കടലിലേക്ക് മുങ്ങാൻ കഴിവുള്ളവരാണ് ഇവർ. ഇങ്ങനെയുള്ള ഒരു ജനതയെ പറ്റിയാണ് ഇന്നത്തെ വിവരണം. ആയത് മനസ്സിലാക്കുവാൻ മുഴുവൻ നമ്മൾ കേൾക്കേണ്ടി വരും. ആദ്യയോടെ അന്തം കേൾക്കേണ്ടി വരും. ഇന്തോനേഷ്യയിലെ തെക്ക് കിഴക്കൻ സുലവേസി പ്രവിശ്യയിലെ വക്കറ്റോബി ദ്വീപ് സമൂഹത്തിലാണ് സാംബേല ബാജോ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇവർ ബാജോ ജനവിഭാഗക്കാരാണ്. ഇവരെ കടലിലെ നാടോടികൾ എന്നറിയപ്പെടുന്നു. ഈ ഗ്രാമത്തിലെ മിക്ക വീടുകളും കടലിന് മുകളിലായി മരത്തൂണുകൾ പണിതവയാണ്. വീടുകൾ തമ്മിൽ മരപ്പാലങ്ങൾ വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. ബാജോ ജനതയുടെ ജീവിതം കടലുമായി അഭേദ്യമായി ബന്ധപ്പെട്ടതാണ്. തലമുറകളായി അവർ മത്സ്യബന്ധനവും കടൽ ജീവിതവുമാണ് ആശ്രയിച്ചു വരുന്നത്. ഇവർ പരമ്പരാഗത രീതിയിൽ വഞ്ചികൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുകയും സമുദ്രത്തെക്കുറിച്ചുള്ള അപൂർവമായ അറിവ് കൈവശം വെക്കുകയും ചെയ്യുന്നു. മത്സ്യബന്ധനം, കടൽപ്പായൽ കൃഷി, ചെറുകിട സമുദ്ര വിനോദസഞ്ചാരവും ബന്ധപ്പെട്ട ജോലികളൊക്കെയാണ് ഉപജീവന മാർഗങ്ങൾ. ഗ്രാമം സന്ദർശിക്കുന്നവർ കടലിന് മുകളിലെ മനോഹരമായ വീടുകൾ കാണാം. ആ ജനതയുടെ തനതായ ജീവിത രീതി അടുത്തറിയാം. തെളിഞ്ഞ കടലും പവിഴപ്പുറ്റുകളും ആസ്വദിക്കാം. പരമ്പരാഗത മത്സ്യബന്ധന രീതികൾ നേരിൽ കാണാൻ കഴിയും. ആ ജനതയിലെ പലർക്കും ശ്വാസം പിടിച്ച് വളരെ നേരം കടലിനടിയിൽ മുങ്ങിക്കിടക്കാനുള്ള അസാധാരണ കഴിവുണ്ട്. നൂറ്റാണ്ടുകളായി കടലുമായി ഇഴചേർന്ന് ജീവിച്ചതിൻ്റെ ഫലമായി അവർ ശരീരഘടനയിലും ആഴക്കടൽ മുങ്ങലിന് അനുയോജ്യമായ ചില രീതിയിൽ പൊരുത്തപ്പെട്ടിട്ടുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അവരുടെ പ്രധാന വരുമാന മാർഗങ്ങൾ പ്രധാന മത്സ്യബന്ധനം ആണ്. ട്യൂണ, ട്രൂപ്പർ, സ്റ്റാപ്പർ, ഒക്ടോപസ്, കണവ തുടങ്ങിയ മത്സ്യങ്ങളെയും സമുദ്ര ജീവികളെയുമാണ് പ്രധാനമായും പിടിക്കുന്നത്. അവയെ പ്രാദേശിക ചന്തകളിലും മറ്റു ദ്വീപുകളിലേക്കും വിൽക്കുന്നു. അതേപോലെ കടൽപ്പായൽ വളർത്തി ഉണക്കി വ്യാപാരികൾക്ക് വിൽക്കുന്നു. ഇത് ഭക്ഷ്യവസ്തുക്കൾ, സൗന്ദര്യ വർത്തക ഉൽപ്പന്നങ്ങൾ, മരുന്നുകൾ എന്നിവയുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു. വക്കറ്റോബി ലോക പ്രശസ്തമായ ഡൈവിംഗ് കേന്ദ്രമായതിനാൽ വിനോദസഞ്ചാരികൾ ധാരാളം എത്തുന്നു. ചിലർ ബോട്ട് യാത്രകൾ നടത്തുന്നു. ടോർക്ലിംഗ് ഡൈവിംഗ് ഗൈഡുകളായി പ്രവർത്തിക്കുന്ന, അതുപോലെ ഹോം സ്റ്റേയും പ്രാദേശിക ഭക്ഷണവും ഒരുക്കുന്നു. കരകൗശല വസ്തുക്കളും ഓർമ്മ സമ്മാനങ്ങളും വിൽക്കുന്നു. മത്സ്യം ഉണക്കി വിപണിയിലെത്തിക്കുന്നു. ഇത് അധിക വരുമാന മാർഗമാണ്. കൂടാതെ പലചരക്ക് കടകൾ, ഇന്ധന വിൽപ്പന, വലകളും മത്സ്യബന്ധന ഉപകരണങ്ങളും ഒക്കെ വിൽക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ ചിലർ നടത്തുന്നുണ്ട്. ഇവർ ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അമിത മത്സ്യബന്ധനം മത്സ്യസമ്പത്ത് കുറയ്ക്കുന്നു. കാലാവസ്ഥ വ്യതിയാനവും കടൽപ്പരപ്പിലെ മാറ്റങ്ങളും ജീവിതത്തെ ബാധിക്കും. ആ ജനതയുടെ ഭാഷ ബാജോ ആണ്. പ്രദേശത്തിനനുസരിച്ച് ഭാഷയ്ക്ക് പ്രാദേശിക വകഭേദങ്ങളുണ്ട്. എല്ലാവർക്കും ഇന്തോനേഷ്യൻ ഭാഷ അറിയാം. അത് വിദ്യാഭ്യാസത്തിനും സർക്കാർ കാര്യങ്ങൾക്കും പ്രയോജനപ്പെടുന്നു. ബാജോ ഭാഷയ്ക്ക് തനത് പുരാതന ലിപിയില്ല. ബാജോ ഭാഷയ്ക്കും ഇന്തോനേഷ്യൻ ഭാഷയ്ക്കും ലാറ്റിൻ ലിപിയാണ് ഉപയോഗിക്കുന്നത്. ദൈനംദിന ജീവിതത്തിൽ പുരുഷന്മാർ ഷർട്ടും ട്രൗസറും ധരിക്കുന്നു. സ്ത്രീകൾ നീളമുള്ള വസ്ത്രങ്ങളും ഹിജാബും ധരിക്കുന്നു. ഉത്സവങ്ങളിലും വിവാഹങ്ങളിലും നിറമുള്ള പരമ്പരാഗത ബാജോ വസ്ത്രങ്ങളും അലങ്കാരങ്ങളും ധരിക്കുന്നു. മത്സ്യവും മറ്റു സമുദ്ര വിഭവങ്ങളുമാണ് പ്രധാന ഭക്ഷണം. ചോറിനൊപ്പം വിവിധതരം മത്സ്യക്കറികളും വറുത്ത മത്സ്യവും കഴിക്കുന്നു. ചെമ്മീൻ, ഞണ്ട്, കണവ, ഒക്ടോപ്പസ് തുടങ്ങിയ സമുദ്ര വിഭവങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. കടൽപ്പായൽ വിഭവങ്ങളും തയ്യാറാക്കുന്നുണ്ട്. തേങ്ങ, മുളക്, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവകൾ ചേർത്തുള്ള ഇന്തോനേഷ്യൻ ഭക്ഷണം സാധാരണ ഉപയോഗിക്കുന്നു. ഭൂരിഭാഗം പേരും ഇസ്ലാം മതവിശ്വാസികളാണ്. എന്നാൽ കടലിനോടും പ്രകൃതിയോടുമുള്ള ബഹുമാനം പ്രകടിപ്പിക്കുന്ന ചില പരമ്പരാഗത ആചാരങ്ങളും
അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഈ ജനത എന്തുകൊണ്ട് ഇത്തരം ജീവിതത്തിലേക്ക് മാറിയത് എന്നതിന് കാരണമായി ഒന്നും കാണുന്നില്ല. നൂറ്റാണ്ടുകളായി നടന്ന കുടിയേറ്റവും അവരുടെ ഉപജീവന രീതിയും ചേർന്നാണ് ഈ ജീവിതശൈലി രൂപപ്പെട്ടത്. ബാജോ ജനതയുടെ പൂർവികർ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ദ്വീപുകൾക്കിടയിൽ വഞ്ചികളിൽ സഞ്ചരിച്ചിരുന്ന സമുദ്രസഞ്ചാരികളായിരുന്നു. ഫിലിപ്പൈൻസ്, സുലവേസി, ബോർണിയോ തുടങ്ങിയ പ്രദേശങ്ങൾക്കിടയിൽ അവർ സഞ്ചരിക്കുകയും താമസിക്കുകയും ചെയ്തു. മത്സ്യബന്ധനം അവർക്ക് കൂടുതൽ അനുയോജ്യമായിരുന്നു. കടൽ വെള്ളരിസയും സമാഹരിച്ച് വിൽക്കുന്നുണ്ട്. കടലിൽ താമസിക്കുന്നത് കൂടുതൽ സൗകര്യപ്രദമായ ദ്വീപുകളിലെ ഭരണപരമായ മാറ്റങ്ങളും സംഘർഷങ്ങളും ഇങ്ങനെയുള്ള കുടിയേറ്റത്തിന് പ്രേരിപ്പിച്ചു. കടൽ അവരുടെ സംസ്കാരമായി മാറി. നീന്തൽ, മുങ്ങൽ, വഞ്ചിയോടിക്കൽ, കടലിൻ്റെ കാലാവസ്ഥയും ജനപ്രവാഹവും മനസ്സിലാക്കി തുടങ്ങിയ കഴിവുകൾ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. കടലിനെ ആശ്രയിച്ചുള്ള ജീവിതം അവരുടെ സംസ്കാരമായി രൂപാന്തരപ്പെട്ടു. പലരും കരയിലേക്ക് മാറിയെങ്കിലും സംപേലയിൽ ഇപ്പോഴും പരമ്പരാഗത കടൽ ജീവിതത്തിൻ്റെ ശക്തമായ രൂപം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവിടേക്ക് എത്താൻ വിമാനവും ബോട്ടും വേണം. ആദ്യം ജക്കാർത്ത, മക്കാസർ നഗരങ്ങളിൽ എത്തണം. അവിടെ നിന്നും വക്കറ്റോബിയിലേക്ക് ആഭ്യന്തര വിമാനം ഉണ്ട്. തുറമുഖത്തെത്തി ബോട്ടിൽ ബാംബോ ഗ്രാമത്തിലെത്താം. ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ അനുയോജ്യമായ കാലമാണ്. അവസാന ഘട്ടത്തിൽ ബോട്ടിലെ സാമ്പേലയിൽ എത്താൻ കഴിയും. ഈ കൂട്ടർ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ പല രാജ്യങ്ങൾ കാണുന്നുണ്ട്. ഇന്തോനേഷ്യയിൽ സുലവേസി, വക്കറ്റോബി, ഫ്ലോറസ്, കാലിമന്താൻ തുടങ്ങിയ പ്രദേശങ്ങളിലും, ഫിലിപ്പീൻസിൽ സുലു ദ്വീപ് സമൂഹം, തവിത്തവി, മിൻഡനാവോ തുടങ്ങിയ ഇടങ്ങളിൽ സാമ ബാജോ എന്നറിയപ്പെടുന്നു. കൂടാതെ ബ്രൂണയിലും ഇവർ കണ്ടുവരുന്നുണ്ട്. പലയിടങ്ങളിലുള്ള ഇവർ അടിസ്ഥാനപരമായ ഒരേ വംശീയ സാംസ്കാരിക കൂട്ടായ്മ തന്നെയാണ്. എന്നാൽ നൂറ്റാണ്ടുകളിലായി വ്യത്യസ്ത രാജ്യങ്ങളിൽ താമസിക്കുന്ന ഭാഷ, വസ്ത്രധാരണ, ആചാരങ്ങൾ എന്നിവയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബാജോ ജനതയുടെ മുങ്ങൽ വൈദഗ്ധ്യം ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. തലമുറകളായി കടലിൽ ജീവിച്ചതിനാൽ അവർക്ക് അതിശയകരമായ ചില കഴിവുകൾ വികസിച്ചിട്ടുണ്ട്. ചിലർ 5 മിനിറ്റ് വരെ വെള്ളത്തിനടിയിൽ കഴിയും. ബാല്യകാലം മുതൽ പരിശീലിച്ചതാണത്. പരമ്പരാഗതമായി 20-30 മീറ്റർ വരെ ശ്വാസം പിടിച്ച് മുങ്ങി മത്സ്യബന്ധനം നടത്തിയിട്ടുണ്ട്. ചിലർ അതിലും ആഴത്തിലെത്തി ഇതായി പറയുന്നുണ്ട്. ഓക്സിജൻ സിലിണ്ടറുകളില്ലാതെ കുന്ത ഉപയോഗിച്ച് സ്പിയർ ഫിഷിംഗ് നടത്തുന്നുണ്ട്. ചിലർക്ക് സാധാരണയേക്കാൾ വലിയ സ്പ്ലീൻ ഉണ്ടാകുന്നുണ്ട്. മുങ്ങുമ്പോൾ അധിക ചുവന്ന രക്താണുക്കൾ പുറത്തുവിടുന്നതിനാൽ ശരീരത്തിന് കൂടുതൽ ഓക്സിജൻ ഉപയോഗിക്കാൻ സഹായിക്കുമെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് തലമുറകളായുള്ള ജീവിതശൈലിയുടെയും പ്രകൃതിയൊഴുക്കിയതിൻ്റെയും സംയോജനമാകാം. വെള്ളത്തിനടിയിൽ പവിഴപ്പെട്ടികൾ, തിരമാലകൾ, ജലപ്രവാഹം, സൂര്യപ്രകാശം എന്നിവ നോക്കി ദിശ തിരിച്ചറിയാൻ മികച്ച കഴിവുണ്ട്. വെള്ളത്തിനടിയിൽ കണ്ണു തുറന്ന് മത്സ്യങ്ങളെ കണ്ടെത്താൻ കഴിയും. പുലർച്ചെ തന്നെ മത്സ്യബന്ധനത്തിനായി പോകുന്നു. സ്ത്രീകൾ ഭക്ഷണം പാകം ചെയ്യുന്നു. കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നു. മത്സ്യബന്ധനം പഠിക്കുന്നു. നീന്തലും പഠിപ്പിക്കുന്നുണ്ട്. ഭക്ഷണം ചോറ്, മത്സ്യവുമാണ്. അയൽവാസികൾ പരസ്പരം സഹായിക്കുന്നുണ്ട്. ആഘോഷങ്ങളിലും ഏവരും പങ്കെടുക്കും. ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. മാലിന്യ സംസ്കരണം വെല്ലുവിളിയാണ്. മുൻപ് കടലിലേക്ക് പോകുമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് കരയിലേക്ക് കൊണ്ടുപോയി നശിപ്പിക്കും. പ്രാഥമിക വിദ്യാഭ്യാസവും സ്കൂളുകൾ അവിടെയുണ്ട്. ഉയർന്ന പഠനത്തിനായി അവിടെ വിട്ടുപോകേണ്ടതായി വരും. ആശുപത്രിക്കായി സമീപ പ്രദേശങ്ങളിലേക്ക് പോകണം. വൈദ്യുതി, മൊബൈൽ ഫോൺ, വിദ്യാഭ്യാസം, ബോധവൽക്കരണം എന്നിവ വർദ്ധിച്ചതോടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഗതാഗതവും ആരോഗ്യ സേവനങ്ങളും ഇന്നും ഒരു വെല്ലുവിളിയാണ്. യാത്രയ്ക്കായി ചെറു ബോട്ടുകളും പൊതു ബോട്ടുകളുമുണ്ട്. പ്രാദേശിക യാത്രാ ബോട്ട് സൗകര്യവുമുണ്ട്. കാലാവസ്ഥയെ യാത്രയെ സ്വാധീനിക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിൽ യാത്ര വെല്ലുവിളിയാണ്. സാംബേല ബോജോ ഗ്രാമം കടലിനെ ഉപജീവനവും സംസ്കാരമായി കാണുന്ന മനുഷ്യരുടെ അതുല്യമായ ജീവിതശൈലിയുടെ മനോഹരമായ ഉദാഹരണമാണ്. സമുദ്രമാണ് ബാജോ ജനതയുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം. കടലുമായി ഇഴചേർന്ന ജീവിതം, മത്സ്യബന്ധനത്തിലെ വൈദഗ്ധ്യം, തനതായ സംസ്കാരം അവരെ വ്യത്യസ്തരാക്കുന്നു. അവരുടെ കഴിവുകൾ വർഷങ്ങളായുള്ള പരിശീലനത്തിൻ്റെയും ജീവിതശൈലിയുടെയും ഫലമാണ്. തലമുറകളിലെ കടലിനെ ആശ്രയിച്ചുള്ള ജീവിതമാണ് സംസ്കാരവുമായി രൂപപ്പെട്ടത്. മറ്റൊരു സവിശേഷ വിഷയമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി.